വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം യെശയ്യാ പ്രവചനം 61 മുതൽ 63 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ കുറിവാക്യം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. അന്ത്രയാസ് അവനോട്, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്. യേശുവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനും ശീമോൻ പത്രോസിൻ്റെ സഹോദരനുമായിരുന്നു അന്ത്രയാസ്. പുതിയ നിയമത്തിൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പരാമർശിക്കപ്പെടുന്ന ഒരു ശിഷ്യനായിരുന്നു അന്ത്രയാസ്. ഈ പേരിൻ്റെ അർത്ഥം പുരുഷത്വമുള്ളവൻ അഥവാ ധീരതയുള്ളവൻ എന്നതാണ്. ഇതൊരു ഗ്രീക്ക് പേരാണ്. ഈ ശിഷ്യനെക്കുറിച്ച് സൂക്ഷ്മമായി മനസ്സിലാക്കിയാൽ അസാധാരണമായ വ്യക്തിവിശേഷവും പ്രവർത്തന ശൈലിയും നമുക്ക് മനസ്സിലാക്കാം. ഒരു ശിഷ്യൻ്റെ വിനയവും സുവിശേഷകൻ്റെ ആത്മഭാരവും, ഒരു നേതാവിൻ്റെ പക്വതയും ഭക്തൻ്റെ അനുസരണവും, ക്രിസ്ത്യാനിയുടെ പ്രവർത്തന മാതൃകകളും അന്ത്രയോസിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 13 പ്രാവശ്യം അന്ത്രയാസ് എന്ന ഈ പേര് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പ്രഭാതത്തിൽ അന്ത്രയാസിനെ കുറിച്ച് അല്പമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട്, ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച അന്ത്രയാസ്. തിബര്യാസ് എന്ന പേരുള്ള ഗലീല കടൽ തീരത്ത് ബെത്സയിദയിലാണ് അന്ത്രയോസ് ജനിച്ചത്. പത്രോസിനോടൊപ്പം താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ തൊഴിൽ മത്സ്യബന്ധനവും ആയിരുന്നു. ഭക്തിയുള്ള ജീവിതം നയിച്ചിരുന്ന അന്ത്രയോസ് അവിവാഹിതനായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ ഭക്തിയുള്ള ചില യഹൂദന്മാർ അവിവാഹിതരായി ജീവിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. മാത്രമല്ല, അന്ത്രയോസ് യോഹന്നാൻ്റെ ശിഷ്യനും ആയിരുന്നു. അങ്ങനെ യോഹന്നാൻ്റെ ശിഷ്യത്വത്തിലൂടെയായിരുന്നു മശിഹായെ കണ്ടെത്തുവാനും അനുഗമിക്കുവാനുമുള്ള ഭാഗ്യം അന്ത്രയാസിന് ലഭിച്ചത്. ശിഷ്യന്മാരിൽ അന്ത്രയാസ് ഒന്നാമനായിരുന്നു എങ്കിലും പിന്നീട് പല രംഗങ്ങളിലും അദ്ദേഹത്തിന് പ്രഥമ സ്ഥാനം ലഭിച്ചിരുന്നില്ല. എന്നാലും പരാതിയോ പരിഭവമോ ഇല്ലാതെ കർത്താവ് നൽകിയ ശുശ്രൂഷയിലും സ്ഥാനത്തിലും പക്വതയും തൃപ്തിയുമുള്ള വ്യക്തിയായി തീരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിനയം, താഴ്മ ഇവ അന്ത്രയാസിൽ പ്രകടമാകുന്ന സ്വഭാവ ഗുണങ്ങളാണ്. മശിഹായെ കണ്ടെത്തി അന്ത്രയാസ് ആദ്യം തൻ്റെ സ്വന്തം സഹോദരനെ മശിഹായിങ്കലേക്ക് കൊണ്ടുവരുന്നു. മറ്റുള്ളവരെയും ക്രിസ്തുവിങ്കലേക്ക് നയിക്കുന്ന ഒരു മിഷണറിയും ആദ്യത്തെ വിദേശ മിഷണറിയുമായിരുന്നു അന്ത്രയോസ്. വിശാലമായ കാഴ്ചപ്പാടും ആഴമായ ദർശനവും ഉണ്ടായിരുന്ന അന്ത്രയാസിന് ഒരു ബാലകനെയും ക്രിസ്തുവിങ്കലേക്ക് നയിക്കുവാൻ കഴിയുന്നു. അങ്ങനെ ഒരു വലിയ ശിഷ്യനായി തീരുവാൻ അന്ത്രയാസിന് സാധിച്ചു. രണ്ടാമതായിട്ട്, അന്ത്രയാസിൻ്റെ രക്തസാക്ഷിത്വം. പെന്തക്കോസ്ത് നാളിൻ്റെ അനുഭവത്തിലാണ് അന്ത്രയോസിനെ അവസാനമായിട്ട് നമ്മൾ കാണുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 13-ാം വാക്യത്തിലാണ്. തുടർന്ന് ഇദ്ദേഹത്തെക്കുറിച്ച് പുതിയ നിയമം നിശബ്ദമാണ്. എന്നാൽ മറ്റു ശിഷ്യന്മാരെ പോലെ സുവിശേഷ പര്യടനങ്ങൾ നടത്തിയിരിക്കാം എന്നും കരുതുന്നു. എന്നാൽ റഷ്യ, സ്കോട്ട്ലൻഡ്, ഗ്രീസ് എന്നീ രാജ്യങ്ങൾ അന്ത്രയാസിനെ തങ്ങളുടെ സംരക്ഷക വിശുദ്ധനായി കരുതുന്നു. AD 69 ഇദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചതായി വിശ്വസിക്കുന്നു. ഗുണന ആകൃതിയിലുള്ള ക്രൂശിലാണ് അന്ത്രയാസ് ക്രൂശിക്കപ്പെട്ടതെന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ഒരു ഒലിവ് മരത്തിന്മേലാണ് അദ്ദേഹത്തെ ക്രൂശിച്ചതെന്നും അഭിപ്രായമുണ്ട്. കൂടാതെ അന്ത്രയാസിനെ തല കീഴായിട്ടാണ് ക്രൂശിച്ചതെന്ന് മറ്റൊരു പാരമ്പര്യവും പറയുന്നു. ഏതായാലും ക്രൂശിൻ്റെ ആകൃതിയിൽ വെച്ചിട്ടുള്ള 2 മീനാണ് ഈ അപ്പോസ്തലൻ്റെ ചിഹ്നം. ഈ ഭക്തന്റെ ജീവിതം സുവിശേഷ പ്രവർത്തകർക്കും ക്രിസ്തീയ ജീവിതത്തിനും ഉദാത്തമായ മാതൃകയാണ്. സാധാരണക്കാരനായ ഒരു മീൻപിടുത്തക്കാരൻ തൻ്റെ സമർപ്പണവും ആത്മീയ താല്പര്യവും കൊണ്ട് അപ്പോസ്തലനായി തീരുകയും ചെറിയ കാര്യങ്ങളിലെ മഹത്വം കണ്ടറിഞ്ഞ് വലിയ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുകയും ചെയ്ത് തൻ്റെ മരണസമയത്തും അനേകരെ ക്രിസ്തുവിങ്കലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, സ്ഥാനമാനങ്ങൾക്കുപരിയായി കർത്താവിൻ്റെ ദൗത്യത്തിന് മുൻഗണന നൽകിയ അന്ത്രയാസിൻ്റെ നല്ല മാതൃകകൾ നമുക്കും പിൻപറ്റാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, സ്ഥാനമാനങ്ങൾക്കുപരിയായി അങ്ങയുടെ ദൗത്യത്തിന് മുൻഗണന നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.